ഫസ്റ്റ് റൗണ്ട് റിപ്പോർട്ടർ. കള്ളിൽ സ്പിരിറ്റ് കലർന്നാൽ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയെന്ന വിചിത്ര ഉത്തരവുമായി സംസ്ഥാന അഡീഷണൽ എക്സൈസ് കമ്മീഷണർ. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പ്രത്യേക വാഹന പരിശോധന നടത്തുന്ന എക്സൈസ് ജീവനക്കാരെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവിലാണ് വിചിത്രമായ മുന്നറിയിപ്പുള്ളത്. ക്രിമിനൽ വകുപ്പ് തല നടപടികൾ സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. പരിശോധന കഴിഞ്ഞു പോകുന്ന കള്ളിൽ സ്പിരിറ്റോ മായമോ കലർത്തിയാൽ എന്തു ചെയ്യുമെന്ന ആശങ്കയിലാണ് ഉദ്യോഗസ്ഥർ. സിനോജ് തോമസ് വിവരങ്ങൾ നൽകും. സിനോജ്, ഇപ്പോൾ ക്രിമിനൽ വകുപ്പ് തല നടപടികൾ ഉദ്യോഗസ്ഥർക്കെതിരെ എടുക്കും എന്നുള്ള മുന്നറിയിപ്പാണ്. എന്താണ് ഇപ്പോൾ അഡീഷണൽ എക്സൈസ് കമ്മീഷണർ പറയുന്നത്? സ്മൃതി, എൻഫോഴ്സ്മെന്റിന്റെ ചുമതലയുള്ള അഡീഷണൽ എക്സൈസ് കമ്മീഷണറാണ് ഈ ഉത്തരവിറക്കിയിരിക്കുന്നത്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാലക്കാട് ജില്ലയിൽ പ്രത്യേക പരിശോധന നടത്താൻ വേണ്ടി എക്സൈസ് വകുപ്പ് തീരുമാനിച്ചിരുന്നു. ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിശോധനയാണ്. അതിനുവേണ്ടി മറ്റ് ജില്ലകളിൽ നിന്ന് 120-ലധികം ഉദ്യോഗസ്ഥരെയാണ് ഓരോ ആഴ്ച വെച്ച് നിയോഗിച്ചിരിക്കുന്നത്. 3-4 പേരുള്ള ഓരോ ടീമുകളായി തിരിഞ്ഞ് ഓരോ ചെക്കിംഗ് പോയിന്റ് കൊടുത്ത് അവിടെ 3 ഷിഫ്റ്റുകളിലായിട്ടാണ് ഈ പരിശോധന നടത്തുന്നത്. അങ്ങനെ പരിശോധനയ്ക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ പാലക്കാട് ജില്ലയിലാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കള്ള് ചെത്തുന്നത്. അങ്ങനെ ചെത്തുന്ന തോട്ടങ്ങളിൽ പോയി പരിശോധിക്കണം. അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന കള്ള് പരിശോധിക്കണം. അതിൽ സ്പിരിറ്റോ മറ്റെന്തെങ്കിലും മായമോ കലർന്നു കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആ ഉദ്യോഗസ്ഥർക്കായിരിക്കും. അവർക്കെതിരെ ക്രിമിനൽ നടപടി പ്രകാരം കേസെടുക്കും. ഒപ്പം തന്നെ വകുപ്പ് തല നടപടി ഉണ്ടാകുമെന്നാണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഉദ്യോഗസ്ഥർ പറയുന്നു, പാലക്കാട് ജില്ല വിട്ട് പുറത്തേക്ക് പോയ ശേഷം, അതായത് പരിശോധന കഴിഞ്ഞ് കൊണ്ടുപോകുന്ന കള്ളിൽ പിന്നീട് എവിടെയെങ്കിലും വെച്ച് മായം ചേർത്താൽ അല്ലെങ്കിൽ സ്പിരിറ്റ് ചേർത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്നൊരു ആശങ്കയാണ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം പാലക്കാട് നിന്ന് പ്രത്യേകിച്ച് ചിറ്റൂർ മേഖലയിൽ നിന്നൊക്കെ തന്നെ കാസർഗോഡ് വരെ കള്ള് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് മായം ചേർത്താൽ അല്ലെങ്കിൽ സ്പിരിറ്റ് ചേർത്താൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് അവർ ചോദിക്കുന്നത്. മറ്റൊരു കാര്യം, മറ്റ് ജില്ലകളിൽ നിന്ന് കൂടുതൽ ഉദ്യോഗസ്ഥരെ പാലക്കാട് ജില്ലയിലേക്ക് നിയമിക്കുമ്പോൾ ആ ജില്ലകളിലെ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം താളം തെറ്റുകയാണ്. ഉദാഹരണത്തിന് കോഴിക്കോട് ജില്ലയിൽ നിന്ന് 20-ലധികം ഉദ്യോഗസ്ഥരാണ് പാലക്കാട് ജില്ലയിൽ ജോലിക്ക് വേണ്ടി പോകുന്നത്. 2 ഓഫീസുകൾക്ക് 1 വാഹനം എന്ന രീതിയിലൊക്കെ തന്നെയാണ് കോഴിക്കോട്ടെ എക്സൈസ് വകുപ്പ് പ്രവർത്തിക്കുന്നത് തന്നെ. അങ്ങനെ വാഹനവുമായി ജില്ലയിൽ നിന്ന് പോയിക്കുമ്പോൾ കോഴിക്കോട് പോലുള്ള മറ്റ് ജില്ലകളിലും ഈ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം കാര്യമായി താളം തെറ്റുന്നു എന്ന് പറയുന്നു. കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് 14 ജില്ലകളിലുമുണ്ട്. 14 ജില്ലകളിലും എക്സൈസ് വകുപ്പിന് സമാനമായ രീതിയിൽ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം നടത്തേണ്ടതാണ്. അതുകൊണ്ട് മറ്റ് ജില്ലകളിൽ നിന്ന് ആളുകളെ വിളിച്ച്, ജീവനക്കാരെ വിളിച്ച് പാലക്കാട് മാത്രം കേന്ദ്രീകരിക്കുമ്പോൾ മറ്റ് ജില്ലകളിലെ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം കൂടി താളം തെറ്റുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള വിചിത്രമായ ഉത്തരവ് നൽകുന്നത്. അതുമാത്രമല്ല, പാലക്കാട് എത്തുന്ന ജീവനക്കാർക്ക് അവിടെ താമസിക്കാൻ സൗകര്യമില്ല. സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്താണ് ഉദ്യോഗസ്ഥർ അവിടെ താമസിക്കുന്നത്. ഭക്ഷണവും താമസവും യാത്രാ ചെലവൊക്കെ തന്നെ ഉദ്യോഗസ്ഥർ പോക്കറ്റിൽ നിന്നാണ് ചെലവഴിക്കുകയും ചെയ്യുന്നത്. സ്മൃതി, ശരി. സിനോജ് തോമസ് ആണ് വിചിത്രമായ ഉത്തരവിന്റെ വിശദാംശങ്ങൾ നൽകിയത്.